ഗ്ലോബൽ ന്യൂസ് അവർ ഇന്നു മുതൽ പുതിയൊരു സെഗ്മെന്റ് തുടങ്ങുന്നു. ഇമിഗ്രേഷൻ സെഗ്മെന്റ്. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ? രാജ്യങ്ങളുടെ വിസ നിയമങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിസ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ഇമ്പാക്ട് പ്രവാസിക്ക് എങ്ങനെ ഉണ്ടാകുന്നു? ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളുമാണ് ഇമിഗ്രേഷൻ സെഗ്മെന്റിൽ. പ്രവാസികൾക്ക് അറിയേണ്ടതെല്ലാം ഇവിടെ വാർത്തകളായും ചോദ്യോത്തരങ്ങളായും ഉൾപ്പെടുത്തും. വിദഗ്ധരായ ഇമിഗ്രേഷൻ അറ്റോർണിമാർ ഇവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ചോദ്യങ്ങളെല്ലാം ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ ഫേസ്ബുക്ക് പേജിലോ discussion.globalreporter@gmail.com എന്ന ഇമെയിലിലേക്കോ അയക്കാം. സബ്ജക്റ്റിൽ ഇമിഗ്രേഷൻ എന്ന് രേഖപ്പെടുത്തണം. അതേക്കുറിച്ച് മറുപടിയും ഉപദേശവും ഇമിഗ്രേഷൻ അറ്റോർണിമാർ ഗ്ലോബൽ റിപ്പോർട്ടറിലൂടെ പങ്കുവയ്ക്കും. അമേരിക്കയിലേക്ക് കുടിയേറുമ്പോൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. ന്യൂയോർക്കിൽ നിന്ന് ഇമിഗ്രേഷൻ അറ്റോർണി ട്രീസ കല്ലിയത്ത് നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ആദ്യം ശ്രീമതി ട്രീസ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറാൻ താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ? ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഇമിഗ്രേഷൻ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുവാൻ ഇങ്ങനെയൊരു നല്ല വേദി ഒരുക്കിയതിന് റിപ്പോർട്ടർ ടിവിക്കും അനുപമയ്ക്കും ഗ്ലോബൽ ന്യൂസ് അവറിനും നന്ദി. ഇമിഗ്രേഷനിലൂടെ അമേരിക്കയിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്ന ബോത്ത് നോൺ ഇമിഗ്രൻസ് ആൻഡ് ഇമിഗ്രൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി ഞാൻ പറയുന്നത്, നല്ലൊരു ആപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ ഒത്തിരി സ്ക്രൂട്ടനി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോംസിൽ എന്ത് തന്നെ തെറ്റുകളുണ്ടായാലും അതിൽ ഒത്തിരി പ്രോബ്ലംസ് പിന്നീട് ഉണ്ടാവുന്നതാണ്. ഞാൻ കാണുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരുന്ന കുറേ ക്ലയൻസ് അവർ തന്നെത്താൻ അവരുടെ ഇമിഗ്രേഷൻ ഫോംസ് ഫില്ല് ചെയ്യുകയും അതിൽ അറിയാതെ 2-3 കാര്യങ്ങൾ തെറ്റായിട്ടോ ഒരു ചെറിയ കാര്യം പോലും തെറ്റായിട്ടോ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവരുടെ ആപ്ലിക്കേഷൻ ഒന്നെങ്കിൽ ഡിനൈഡ് ആവുകയോ അല്ലെങ്കിൽ ഈ ഇമിഗ്രേഷൻ്റെ ആ കുരുക്കിൽ ചെന്ന് അതൊരിക്കലും അവസാനിക്കാത്തൊരു കുരുക്കിൽ ചെന്നപ്പെടുകയോ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നീട് അവർ എൻ്റെ അടുക്കൽ, അതുപോലെ ഇമിഗ്രേഷൻ അറ്റേർണീസിൻ്റെ അടുക്കൽ വന്ന് അവരുടെ പ്രോബ്ലംസ് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് മിക്ക പ്രോബ്ലംസിൻ്റെയും കാരണം അവരുടെ ഇമിഗ്രേഷൻ ഫോം ഫിൽ ചെയ്യുന്നത് അവർ കറക്റ്റായി ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് one of the things that I would suggest is that if a person does not know how to fill that form correctly, they should get expert help, either from a person who knows about it or ideally from an immigration attorney. There are so many things. നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴത്തെ കറക്റ്റായിട്ടുള്ള ഫീസ് എത്രയാണ്, അപ്പോഴത്തെ കറക്റ്റായിട്ടുള്ള ഫോം എന്ത് തന്നെയാണ്, പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം എന്തെല്ലാം ഡോക്യുമെൻറ്റേഷൻസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധയെടുത്താൽ എന്നാൽ മാത്രമാണ് നമ്മുടെ ഇമിഗ്രേഷൻ, നോൺ ഇമിഗ്രേഷൻ ആയാലും ഇമിഗ്രേഷൻ ടു ഗെറ്റ് എ ഗ്രീൻ കാർഡ് ആൻഡ് ദെൻ സിറ്റിസൺഷിപ്പ് അതായാലും അത് വളരെ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ എടുക്കേണ്ടി വരും. ട്രീസ, അമേരിക്കയിലേക്ക് ഏതൊക്കെ കാറ്റഗറിയിൽ വരാം? പ്രധാനപ്പെട്ട കാറ്റഗറിയുടെ വെയിറ്റ് ടൈം എന്തൊക്കെയാണ്? അനുപമ, ആക്ച്വലി there are 185 different visa categories. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നോൺ ഇമിഗ്രൻറ്റ് ആൻഡ് ഇമിഗ്രൻറ്റ് വീസാസ് ആണ്. ഓക്കെ, നോൺ ഇമിഗ്രൻറ്റ് നമ്മൾ ടൂറിസ്റ്റ് വീസ, F1 വീസ, സ്റ്റുഡൻസ് വന്ന് ഇവിടെ പഠിച്ച് തിരിച്ചു പോകുന്ന വീസ. പിന്നെ ഇമിഗ്രൻറ്റ് വീസ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പെർമനൻ്റ് ആയിട്ട് താമസിക്കാൻ, and then get the green card, and then afterwards if it is a marriage, green card through marriage, after 3 years you can get your citizenship, you can apply and get your citizenship. And if it is a green card through any other way, you'll have to wait for 5 years and then get your citizenship. But today I want to focus on one category of that family-based visa, which is the F4 category. That is the visa that we apply for brother and sister of US citizen. Under this Trump administration, ഈ ഒരു വിസയാണ് ഇപ്പോൾ ഏറ്റവും
എൻഡേഞ്ചേർഡ് എന്ന് നമുക്ക് പറയാവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് അത് ക്യാൻസൽ ചെയ്ത് പോകാൻ, അത് എടുത്ത് മാറ്റപ്പെടുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള വിസ ഈ F4 കാറ്റഗറിയാണ്. എന്താ നമ്മൾ കേൾക്കുന്നുണ്ട്, ട്രംപ് പറയുന്നു ചെയിൻ മൈഗ്രേഷൻ നിർത്തണം. ചെയിൻ മൈഗ്രേഷൻ എന്താണെന്ന് വെച്ചാൽ ത്രൂ brother and sister, a US citizen can apply for a brother and sister, and through that suppose a US citizen applies for a brother, and the brother can bring in the spouse as a dependent, and also and the dependent and a beneficiary, and then can bring children under 21 years of age as the dependent beneficiary. So that whole category of F4 category, that is the category that is going to be cancelled. There is a good chance in the coming days that might become a rule and later into a law. But all these other different categories, employment-based category, all these are very much active and alive. And even F4, my suggestion to those people who are, hoping to bring their brother and sister, now is the time to really, if you have that thought in your mind, ഇതാണ് അവർക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട സമയം. അത് അവസാനിക്കുന്നതിന് മുമ്പ് you can put in your petition, and I cannot promise you, but there is a possibility if you are waiting in the line, your brother and sister might be able to immigrate to the country when their priority date becomes current. ഇനി ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം H1B റിന്യൂവലാണ്. പലരുടെയും വർക്ക് വിസ അപേക്ഷ തള്ളപ്പെടുന്നു. എന്താണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതൽ? That is true. ഇപ്പോൾ H1B റിന്യൂവൽ ഒത്തിരി സ്ക്രൂട്ടിനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. Under Trump administration, his policy is buy American, hire American. So they really want to reduce the employment workforce over here and hire from people who American citizens and people who are here already. So H1B application കൊടുക്കുന്നവരും H1Bയുടെ റിന്യൂവൽ ചെയ്യുന്നവരും, പ്രത്യേകിച്ച് റിന്യൂവൽ ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ആ ലാസ്റ്റ് H1B റിന്യൂവൽ ടൈം ആകുമ്പോൾ ആ സമയത്ത് ഒരു ജോബിൽ നിന്നും വേറൊരു ജോബിലേക്ക് ചാടുന്നത് അത്ര നല്ലതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ അവരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ അവർ കൊടുത്തിട്ടുള്ള വർക്ക്, അവരെന്താണ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുള്ള ആ വർക്ക് അതുപോലെ ചെയ്തിട്ടുണ്ടോ, അവരുടെ എംപ്ലോയ്മെൻറ്റ് സൈറ്റ് അതുപോലെ തന്നെ ആ സൈറ്റിൽ തന്നെയാണോ അവർ ജോലി ചെയ്തിട്ടുള്ളത്, അവർ ആ ആപ്ലിക്കേഷൻ വാട്ട് എവർ ദേ ഹാവ് ഗിവൻ ഇൻ ദ ആപ്ലിക്കേഷൻ, നൗ ഹാസ് ദാറ്റ് വെരി സെയിം ബീൻ ഡൺ, ഹാസ് ഇറ്റ് റിയലി ബീൻ എക്സിക്യൂട്ടഡ്? That is what the USCIS and the government will look at when they look at the applications for the H1B renewal. So my advice to those people are, be very careful with your application and see that, while you were working in your H1B, that all the things that were given in your application at the time that you received your H1B has been executed, and everything is in place, and then you will be okay. അതേസമയം ട്രംപ് ഫാക്ടർ എന്താണ്? ട്രംപ് ഭരണകൂടം വന്ന ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് കുടിയേറ്റ വിഷയത്തിൽ വന്നിട്ടുള്ളത്? ഈ പുതിയ അഡ്മിനിസ്ട്രേഷൻ വന്നതിൽ പിന്നെ എല്ലാ മേഖലകളിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ഏരിയാസിലാണ്. ഒരു നല്ല കാര്യം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ പെറ്റീഷൻസും ഒത്തിരി സ്പീഡിലൂടെ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അസൈലം ബേസ്ഡ് പെറ്റീഷൻ, ഒരു അഫർമേറ്റീവ് അസൈലം ബേസ്ഡ് പെറ്റീഷൻ എന്ന് വെച്ചാൽ, ഒരാൾ ഇവിടെ ഒരു അസൈലം അന്വേഷിച്ചു വരുന്നു, ആളുടെ പെറ്റീഷൻ within 45 days they are supposed to take a look at it, and within 180 days they are supposed to give an answer for it. So അങ്ങനെ last in first out ആണ് ഇപ്പോൾ അസൈലത്തിൻ്റെ കാര്യത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ പോളിസി. അത് കാരണം ആ ഏരിയാസ് എല്ലാം പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ പ്രോസസ്സിങ്. അതുപോലെ എല്ലാ ഇമിഗ്രേഷൻ പ്രോസസ്സിങ് ഇപ്പോൾ കുറേയൂടെയും സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു എക്സ്ട്രീം വെറ്റിംഗ് ആൻഡ് സ്ക്രൂട്ടനി ആണ് ദ മെയിൻ ബേസിസ് അണ്ടർ വിച്ച് ദിസ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ലുക്കിംഗ് അറ്റ് ഇമിഗ്രേഷൻ.
സോ നമ്മൾ ആ കാരണം കൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസും നമ്മുടെ ഡോക്യുമെൻറ്റേഷൻസും എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാവാൻ പോകുന്നത്. അത് കാരണം എൻ്റെ ഒപ്പീനിയൻ ഈ ചേഞ്ചസ് വരുന്നുണ്ട്, പക്ഷേ ആ ചേഞ്ചസിൻ്റെ ഒപ്പം നമ്മളും മാറണം. നമ്മൾ കുറേയൂടെയും കെയർഫുൾ ആവണം. നമ്മളുടെ ആ ശ്രദ്ധ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റഡ് ആവില്ല. And it will be more or less the same like before. It's just that we have to be extra cautious. Just like they are taking that effort to be to put in more scrutiny, then we have to be extra cautious in our work. പ്രധാനപ്പെട്ട കാര്യം വിസ ബുള്ളറ്റിൻ നോക്കിയാൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിൽ നിന്നുള്ള EB2 പ്രയോറിറ്റി ഡേറ്റിൽ കാര്യമായ ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്നതാണ്. ഇതൊരു യുണീക്കായ സിറ്റുവേഷനാണോ? പുതുതായി EB2, EB3 വിസ അപേക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഡിക്കേഡ് വെയിറ്റ് ടൈം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? This is a very valid observation, Anupama. EB2 കാറ്റഗറിയിലും EB3 കാറ്റഗറിയിലും ഇപ്പോൾ റെട്രോഗ്രഷൻ കാരണം ഒത്തിരി ഡിലേ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്തവർക്ക് ഇപ്പോൾ EB2 കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് ദേ ആർ ലുക്കിംഗ് അറ്റ് 2009 based applications and EB3 2010 based applications. So you can see there is a lot of retrogression. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ടെങ്കിൽ Y2K പീരിയഡിൽ അപ്പോൾ ഈ ലേറ്റ് 90s ഒത്തിരി അധികം ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് വരുന്ന എൻജിനീയേഴ്സിനെയും അതുപോലെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെയും ആവശ്യമുണ്ടായിരുന്നു ടു ഫിൽ ദ നീഡ് ഫോർ ദ Y2K പീരിയഡ്. And after that, after 9/11, the scrutiny level increased. And because the scrutiny level increased, obviously there would be retrogression because a lot more time was taken looking in detail of each application. And then under Obama's administration, there was some streamlining and some speed in which all these employment-based categories were looked at. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് ഇലക്ട്രോണിക് ബേസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഫോർ ദ സ്ക്രൂട്ടനി ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഇലക്ട്രോണിക് ബേസ്ഡ് സിസ്റ്റംസ് ആൻഡ് ഓൾസോ a lot of other in different areas you can see scrutiny, and because of that again retrogression has happened. So once all this is kind of leveled out, we can really hope for some changes in the speed at which these petitions are being taken and handled. So I'm actually very positive about it. I know ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്, പക്ഷേ ഇത് മാറാൻ നല്ല സാധ്യതയുണ്ട്. And let us all together hope for, some speed and all this happening fast. ഇനി മറ്റൊരു പ്രധാന കാര്യം, എന്താണ് EB5? അമേരിക്കയിലേക്ക് വരാൻ ഏറ്റവും എളുപ്പം ആ മാർഗമാണോ? EB5 കാറ്റഗറിയിൽ അമേരിക്കയിലേക്ക് വരുവാൻ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. EB5 വിസ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റർ വിസയാണ്. അപ്പോൾ അത് ഇമിഗ്രേഷൻ ആക്ട് ഓഫ് 1990 ഈ ഒരു കാറ്റഗറി സൃഷ്ടിച്ചത്. ഇത് സൃഷ്ടിക്കാൻ കാരണം അമേരിക്കയ്ക്ക് ഒരു എക്കണോമിക് സ്റ്റിമുലസും അമേരിക്കൻ വർക്കേഴ്സിന് ജോലി കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാര്യം 2 level of investment is needed here. So there are people who can invest $1 million USD in and start and finance a business and give jobs to 10 American workers. And then there are other criteria. ആ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗ്രീൻ കാർഡ് കിട്ടും. അവർക്കും അവരുടെ സ്പൗസിനും അവരുടെ 21 years and younger unmarried children all can come to US on a green card. Okay? And then there is a lesser investment category. That is 500,000 USD if the person is willing to invest in a lower in an area which has got less population and also where there is high rate of unemployment. So ഈ 2 ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽസ് ഉണ്ട്. സോ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗ്രീൻ കാർഡ് ഒരു കണ്ടീഷണൽ ഗ്രീൻ കാർഡാണ്.
കണ്ടീഷണൽ ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 2 years you have to remove the conditions of the green card and make it a permanent green card. അപ്പോൾ ഈ പെർമനന്റ് ഗ്രീൻ കാർഡ് ആക്കുവാനായിട്ടുള്ള സമയത്ത് when we give in our petition to remove the conditions, then once again they will look and scrutinize to see whether everything that you have put in the original petition has been accomplished. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ഫൈനാൻസ് ചെയ്തിട്ട് നമ്മൾ അത്രയും പൈസ ശരിക്കും അവിടെ ഇറക്കിയോ? Were we able to invest that much of money and start a business? Or did you really give employment to 10 American workers? All this will be scrutinized. And if there is something lacking in it, and if many of the things or even a little bit has not been accomplished, then that green card can be taken away. That green card becomes nullified. It will not become a permanent green card. അതുകൊണ്ട് what I can say is that definitely EB5 investor visa is a very good program. ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഒത്തിരി പേര് അതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്, and many people are getting it. Usually, historically, China, Taiwan, UK, those were the countries who were, and South Korea, those were the countries that were applying for it and getting it. But of recent, I think because our Indian middle class has moved up, upwardly, it's become very upwardly mobile. There are more people who have a lot more money, and they're using it to get to the United States and get this green card through the investor visa, and it is a good program. ശ്രീമതി ട്രീസ, ഒരു ഗ്രീൻ കാർഡ് ഹോൾഡറിനോ വിസ ഹോൾഡറിനോ ഡിപ്പെൻഡന്റ് ആയ പേരൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമോ? അനുപമ, LPR അല്ലെങ്കിൽ ഒരു ഗ്രീൻ കാർഡ് ഹോൾഡറിന് ഇവിടെ പേരൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. That means they cannot bring them here on a green card. പക്ഷേ ഒരു US citizen who is above 21 years old can petition for and bring their parents and bring them on a green card. ഇനി അടുത്തിടെ വന്ന ഒരു കാര്യം, ഗ്രീൻ കാർഡ് പ്രയോറിറ്റി ഫാമിലി ബേസ്ഡ് അല്ലാതെ മെറിറ്റ് ബേസ്ഡ് ആക്കാൻ പോകുന്നു എന്നതാണ് ട്രംപ് പറഞ്ഞ ഒരു കാര്യം. ഇത് പേരൻസിനെ കൊണ്ടുവരുന്നതിനെ ബാധിക്കില്ലേ? ഇത് ഡെഫിനറ്റ് ആയിട്ട് പേരൻസിനെ കൊണ്ടുവരുന്നതിൽ ബാധിക്കും. ഇപ്പോൾ ട്രംപ് പറയുന്ന മെറിറ്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് ഇമിഗ്രേഷൻ സിസ്റ്റം 2017 ടോം കോട്ടൺ ആൻഡ് ഡേവിഡ് പെർഡ്യൂ എന്ന് പറഞ്ഞ 2 സെനറ്റേഴ്സ് കോൺഗ്രസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത റേസ് ആക്ടിൻ്റെ ബേസിലാണ് ഈ പുതിയ ഇമിഗ്രേഷൻ സിസ്റ്റം ട്രംപ് കൊണ്ടുവരുന്നത്. ഈ റേസ് ആക്ട് RAISE ആക്ട്, റിഫോമിംഗ് അമേരിക്കൻ ഇമിഗ്രേഷൻ ഫോർ എ സ്ട്രോങ്ങർ എക്കോണമി ആക്ട്, അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഫാമിലി ബേസ്ഡ് ഇമിഗ്രേഷനാണ്. എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ പോയിന്റ്സ് ബേസ്ഡായി മാറും, അത് അത്രയ്ക്ക് അത് ബാധിക്കുകയില്ല. പക്ഷേ ഓൺ ദ ഫാമിലി ബേസ്ഡ് ഇമിഗ്രേഷൻ there are going to be a lot of changes. First and foremost, the diversity visa lottery is going to be completely removed. പക്ഷേ ആ ഒരു ലോട്ടറി diversity visa is not really going to affect Indians because we do not fall under that category. അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇമിഗ്രേഷൻ വളരെ കുറവുള്ള രാജ്യങ്ങളിൽ, അമേരിക്കയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്ന വളരെ കുറവുള്ള രാജ്യങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കാറ്റഗറി കൊടുത്തിട്ടുള്ളതാണ്. ആ കാറ്റഗറി എടുത്ത് മാറ്റുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും റെഫ്യൂജീസ് വരുന്നതിൻ്റെ നമ്പർ 50,000 ആയിട്ട് കുറയ്ക്കുവാൻ പോവുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള F4 കാറ്റഗറി, ബ്രദർ ആൻഡ് സിസ്റ്റർ പെറ്റിഷൻ, അതുപോലെ അതിലൂടെ ട്രംപ് പറയുന്ന ചെയിൻ മൈഗ്രേഷൻ, ആ കാറ്റഗറിയും എടുത്തു മാറ്റും. പക്ഷേ ഇപ്പോൾ അനുപമ ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ പേരൻസിന് ഗ്രീൻ കാർഡ് ഒരു US സിറ്റിസന് പെറ്റിഷൻ ചെയ്യാൻ പറ്റുമോ? ആ സമയത്ത് ഇത് ഇല്ലാതാക്കാൻ പോവുകയാണ്. അതിന് പകരം ഒരു 5 വർഷത്തെ ഒരു ഇമിഗ്രൻ്റ് വീസ കൊടുക്കും ഈ പേരൻസിന്. പക്ഷേ അവർക്ക് അതിലൂടെ ഗ്രീൻ കാർഡിലേക്ക് അത് കടക്കുകയില്ല. പിന്നെ വേറൊന്ന്, അവർക്ക് പബ്ലിക് ബെനിഫിറ്റ്സ്, പബ്ലിക് വെൽഫെയർ
ഫുഡ് സ്റ്റാമ്പ്സ് അതുപോലെ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അവരുടെ the children would have to apply for health insurance. So under all these, it is going to be a little difficult for parents who are in their old age and who want to be taken care of by their children, and the children also who are so longing to take care of their parents. It is going to be difficult for parents to immigrate to US under this new act, which is still not a rule, it's still not a law, it is just in the process, and let us hope that it doesn't really come into a rule or a law. ഏറ്റവും ഒടുവിൽ ട്രീസ, ഗ്രീൻ കാർഡ് നേടിയ വ്യക്തിയുടെ സിറ്റിസൺഷിപ്പ് കൂടെ ഇപ്പോൾ കിട്ടാൻ കൂടുതൽ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നു. അങ്ങനെ ആയിട്ടുണ്ടോ സിറ്റുവേഷൻ? കാലതാമസം വല്ലാതെ ഉണ്ടോ ഇത്തരം പ്രോസസ്സുകളിൽ? I really do not think so. ആദ്യം തന്നെ ഈ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ എല്ലാ ലെവലിലും സ്ക്രൂട്ടിനി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ കെയർ എടുത്ത് പ്രിപ്പയർ ചെയ്യണം. എൻ്റെ ക്ലയൻസിൻ്റെ കൂടെ ഞാൻ എല്ലാ സമയത്തും എൻ്റെ ക്ലയൻസിൻ്റെ കൂടെ ഞാൻ ഇമിഗ്രേഷൻ ഓഫീസിൽ പോകാറുണ്ട്. The reason why I do this is when an immigration officer sees that an attorney is present, he or she knows that one level of scrutiny has already happened, and that kind of gives them a comfort level in the application itself. So another thing that I have to say is recently there has been a fear that people who have taken green card holders who have taken public benefits such as food stamps and have depended on public welfare, their applications are being denied. I personally have not seen it, but what I would like to say at this moment is that when a petitioner puts in an application for a person and that person gets their green card, that petitioner is that person's sponsor. So that the petitioner or the US citizen or the green card holder is telling the government that he or she will take care of the new immigrant till that immigrant becomes a US citizen. So my advice to those people who are currently in the process of becoming a US citizen or are still waiting for their 5 years or 3 years to pass to become a US citizen is that just be more judicious, be more careful in taking the public benefits and public welfare. And if you are careful about that, you will not have any problems in your citizenship application, and you will become a US citizen at the right time. ന്യൂയോർക്കിൽ നിന്ന് ഇമിഗ്രേഷൻ അറ്റോർണി ട്രീസ കല്ലിയത്താണ് ഇത്ര വിശദമായി ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. വളരെ നന്ദി ട്രീസ, താങ്കൾക്ക്.